ഗായത്രി വർഷ ഇവിടെ പായിച്ചിറ നവാസ് എന്ന പൊതുപ്രവർത്തകനാണ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയുകയാണ്. ഇത് തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. മഞ്ജുഷ്, നിങ്ങളുടെ ഓഡിയോ എനിക്ക് തീരെ ലോ ലെവലിലാണ് കേൾക്കുന്നത്. കുറച്ചൊന്ന് ഉയർത്തി തന്നാൽ നന്നാവും. ഇവിടെ ഹണി റോസിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴും സൈബർ ഇടങ്ങളിൽ നോക്കുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രശ്നം എന്ന് പറയുന്ന ഒരു പൊതുസമൂഹ ബോധം നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിന്റെ ഈ പൊതുസമൂഹ ബോധം വളരെ വൈകൃതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബോച്ചയെ പോലെയുള്ള ഒരാൾ അയാളുടെ വാദമായിട്ട് ഇന്ന് കോടതിയിൽ പറയുന്നത്, ഞാൻ എൻ്റെ ബിസിനസിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം എത്ര മോശമായ രീതിയിലും സ്ത്രീയെ അധിക്ഷേപിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ ചൂഷണം ചെയ്തിട്ടോ അല്ലെങ്കിൽ അവളുടെ ശരീരഭംഗി വർണ്ണിക്കുന്നത് പോലും ലൈംഗിക അതിക്രമത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ 4 വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ബിസിനസിനെ മാർക്കറ്റ് ചെയ്യാൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ലാഘവത്തോടെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ഈ വാദങ്ങളോട് നമ്മൾ കൂട്ടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊരു ന്യായീകരണമല്ല എന്ന് മാത്രമല്ല, അത് വികലമായ ഒരു മനസ്സിന്റെ എക്സ്ക്യൂസസ് ആണ്, മറ്റെന്തിനെയൊക്കെ മറക്കാൻ വേണ്ടി. അദ്ദേഹം ഇപ്പൊ പറയുന്ന കേട്ട് മറ്റെന്തിനൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത്. മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പൊതുവായ ധർമ്മം ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും സമൂഹത്തിന്റെ ബോധത്തെ ഒരു പുരോഗമന തലത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രേരകമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിന്റെ ഇടമലങ്ങൾ ചിന്തിക്കുക എന്നുള്ളതല്ല മാധ്യമത്തിന്റെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെയും പൊതുവായ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണവും സമൃദ്ധവുമായ ജീവിതാവകാശമാണ്. ഹണി റോസിനെ പോലെയുള്ള ഒരു കുട്ടിക്ക്, ഒരു കലാകാരിക്ക് അവളിൽ കോൺഫിഡൻസ് നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന അവളുടെ ഏറ്റവും വലിയ എലിജിബിലിറ്റിയും യോഗ്യതയും എന്ന് പറയുന്നത് സൗന്ദര്യപൂർണമായ ഒരു ശരീരമാണെങ്കിൽ ആ ശരീരം അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു തൊഴിലെടുത്ത് ഏറ്റവും പക്വമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഹണി റോസ് ഇന്ന് വരെ ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രവും ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്കുള്ള ഒരു വസ്ത്രധാരണവും അതിൻ്റെ അകത്തില്ല. പിന്നെ എന്തിനാണ് ഈ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിക്കകത്ത് ഇതിന് ഇത്ര അധികം അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? ഇത് ഈ വസ്ത്രമൊന്നുമല്ല പ്രശ്നം. ഏതൊരു സ്ത്രീയും അവരുടെ പ്രതിഭ അനുസരിച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ, സമൂഹത്തിൽ ഒരു ഉയർന്ന നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവര് സമൂഹത്തിന്റെ ഇടങ്ങളിൽ ഒരു ലെവൽ എത്തുന്നു എന്ന് കാണുമ്പോൾ ഒരു പൊതുസമൂഹത്തിന് അവരറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന ഒരു ബോധമുണ്ട്. അതിനെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ഇരയാക്കപ്പെടുകയാണ് ചെയ്തത് സത്യത്തെ ഹണി റോസ്. പിന്നെ ബോച്ചയെ പോലെയുള്ള ഒരു ഉപയോഗിക്കാൻ ഏറ്റവും നല്ല പദം ഇപ്പൊ അദ്ദേഹം കാണിച്ച പ്രവർത്തികളിൽ നിന്ന് വഷളൻ എന്ന് തന്നെയാണ്. ഹണി റോസിനോട് മാത്രമല്ലല്ലോ, ഒരു ചായക്കടയിൽ പോയി നിന്നിട്ട് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയോട്, എന്തായാലും 60 വയസ്സിന് അടുത്തുമുള്ള ബോച്ചയ്ക്ക് അതിനേക്കാൾ പ്രായം കൂടുതലുള്ള ഒരു സ്ത്രീയോട് ഡബിൾ മീനിങ്ങിൽ പറയുകയും, ഇത് ഡബിൾ മീനിങ് ആണ്, ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, നാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നത്രേ അധപ്പതിച്ച ഒരാളെ നിയമം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? രസകരമായ കാര്യമുണ്ട്, നിയമം അറിയില്ല എന്നിട്ട് അതിൽ മേനി നടിക്കുകയാണ് ഈ പറയുന്ന ബോച്ചെ. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എനിക്ക് ഈ നിയമമൊന്നും അറിയില്ല എന്ന്. ഒരു വലിയ വ്യവസായിയാണല്ലോ അദ്ദേഹം. വ്യവസായിയാണ്, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു 30 വർഷമായിട്ട് ഗൾഫിലൊക്കെ എന്റെ ഹസ്ബൻഡൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗൾഫിലൊക്കെ ഏറ്റവും സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ചെമ്മണ്ണൂർ ബ്രാഞ്ച് ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും പ്രായത്തിനിടയിൽ വളരെ കണ്ണിങ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വലിയ പലതരത്തിലുള്ള ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചാരിറ്റിയെ വരെ, മനുഷ്യന്റെ ഇല്ലായ്മയെ വരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. അത് സഹായമാണെന്ന് നടിച്ചുകൊണ്ട് മനുഷ്യനെ നിർത്തുന്ന രീതിയിലേക്ക് വളരെ കണ്ണിങ് ആയിട്ട് ഈ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും പ്രയോഗിക്കുന്ന അദ്ദേഹം ഇത്ര കാലത്തെ അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിനിടെ, സാമൂഹ്യ ജീവിതത്തിനിടയിൽ ഇന്ത്യൻ നിയമത്തിന്റെ പ്രാഥമിക വശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതൊരു നിരക്ഷരന്റെ ഏറ്റവും വലിയ അധപ്പതനാണ്. ആദ്യം അവിടെയാണ് പഠിപ്പിച്ചു തുടങ്ങേണ്ടത്, അല്ലാതെ അതൊരു എക്സ്ക്യൂസ് അല്ല. രാജ്യത്ത് ഒരു ഓരോ പദപ്രയോഗങ്ങളല്ലാതെ മറ്റെന്താണ്? അദ്ദേഹത്തിന് ഇതൊന്നും ബോധമില്ലാത്തത് കൊണ്ടാണോ?
ഒരിക്കലുമല്ല. ഇതെല്ലാവരെയും പറ്റിക്കുകയാണ്. ഈ പൊതുസമൂഹത്തിന്റെ, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ, നമ്മൾ എപ്പോഴും അപലപിക്കുന്ന വൈകൃതത്തിന്റെയും പണാധിപത്യ സമൂഹത്തിന്റെയും എല്ലാ ചൂഷണോപാധികളും സാധാരണക്കാരന്റെ ഇല്ലായ്മയുടെ മേലിൽ, സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ മേലിൽ പ്രയോഗിച്ചുകൊണ്ട് വളരാൻ ശ്രമിക്കുന്ന ഏറ്റവും കപടബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരന്റെ കണ്ണിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ വേഷം പോലും. ഇപ്പൊ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്ന ഒരു ഹണി റോസിന്റെ വേഷത്തെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്ര ഒരു എക്സിക്യൂട്ടീവ് പദവിയിൽ ഇരിക്കുന്ന, ഒരു ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന, സാമാന്യേന ഒരു പുരുഷൻ ധരിക്കുന്ന മസ്കുലാർ രീതിയിലുള്ള വസ്ത്രധാരണം പോലും അല്ല അദ്ദേഹത്തിൻ്റെത്. നമുക്കൊക്കെ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയോട് താഴോട്ട് വലിച്ചിടുന്നതിൽ ഒരു ഘടകം അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല? അത് അദ്ദേഹത്തിന്റെ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് വിത്ത് ഓൾ റെസ്പെക്ട് വിട്ടുകൊടുത്തോണ്ടാണ് പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു തൊഴിലെടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം അവളുടെ ഇനാഗുറേഷന് വേണ്ടി ക്ഷണിക്കാൻ ആൾക്കാരുള്ള ഇടത്ത് അവളുടെ കോൺഫിഡൻസിനനുസരിച്ച്, ആത്മവിശ്വാസത്തിനനുസരിച്ച്, തന്റെ ശരീരത്തെ പറ്റിയുള്ള അവളുടെ സൗന്ദര്യ ബോധത്തിനനുസരിച്ച് ആ കുട്ടി വസ്ത്രം ചെയ്യുന്നതിന് ഇവർക്കൊക്കെ എന്ത്, ഈ പറയുന്ന ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ഹണി റോസ് ഇനാഗുറേഷന് വേണ്ടി ക്ലാപ്പ് വാങ്ങിച്ച് ചിയർ വിളികൾ വാങ്ങിച്ചുകൊണ്ട് ഹണി റോസ് പങ്കെടുത്തിട്ടുണ്ട്. ആരും പൊതുസമൂഹത്തിൽ ആ കുട്ടിയെ കയറി പിടിച്ചിട്ടില്ല. ഈ ബോച്ചയല്ലാതെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കറക്കുകയും ആ കുട്ടി വല്ലാതെ ഏറ്റവും മര്യാദ ഓൺ ദി സ്പോട്ട് ആ പെൺകുട്ടിയെ അവരുടെ അനിഷ്ടം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിളത്തടിച്ചായിരുന്നെങ്കിൽ അന്നും ഈ സമൂഹം പറയും അവൾ തന്റേടിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കും. ഇന്ന് കോടതിയിൽ ഇയാളുടെ വക്കീല് വാദിച്ചത് അതാണ്, മൗനം സമ്മതമായിരുന്നു എന്ന്, അല്ലേ? ഒരു സ്ത്രീയുടെ മാന്യത, സ്ത്രീയുടെ സമൂഹത്തിനോട് കൊടുക്കുന്ന ബഹുമാനം, ആ സമൂഹത്തിൽ അത്രയും ആള് കൂടുന്നിടത്ത് അത് ഒരു അരുതായികയാവാതിരിക്കാൻ, അവിടുത്തെ ഒരു അരാജകത്വം സൃഷ്ടിക്കാതിരിക്കാൻ ആ കുട്ടി ഇഷ്ടമില്ലാതെ, അതിന്റെ മുഖം കണ്ടാൽ അറിയാം, ആ കുട്ടി ഇഷ്ടമില്ലാതെയെങ്കിലും മാന്യമായി അവിടെ നിന്നതിനെ ഇന്ന് ഇദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചത് മൗനം സമ്മതം. അപ്പൊ ഏത് പ്രകാരേണ പോയാലും 360 ഡിഗ്രിയിൽ ഏത് ആംഗിളിൽ പോയാലും സ്ത്രീക്കെതിരെ അധിക്ഷേപം എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും അധമമായ ചിന്താഗതിയെ വീണ്ടും ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. ശരി, ജോർജ് ജോസഫ്